വേണ്ടാന്ന് വെക്കാം. അത് പറ്റില്ല, നാടകം വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. നമ്മളിനി എന്തോ ചെയ്യും? നമ്മളെല്ലാം കൂടി ഒന്ന് ആലോചിച്ചാൽ ഒന്നല്ല 9 കഥ കിട്ടും.
നോക്കിക്കുവാടാ. മോനെ കണ്ണാ, ദേ നോക്കിക്കടാ, ഒരു കൊലച്ച വാഴ. ഒരു മുഴുത്ത വാഴക്കൊല. അത് വീണ്. വേറൊന്നും കാണുന്നില്ലല്ലോ. ഇതിൽ ഇസ്മായിലിന്റെ പശുക്കുട്ടിയല്ലയോ? മോനെ കണ്ണാ, ദേ നോക്കിക്കടാ, ഒരു പശുക്കുട്ടി. ഒരു തടിച്ചു കഴുത്ത പശുക്കുട്ടി. അയ്യോ, എന്റെ വാഴക്കൊല കണ്ണുവെച്ച് നശിപ്പിച്ചേ. അവനെങ്ങോട്ടാ പോയേ? അങ്ങോട്ടോ? അങ്ങോട്ടായിരുന്നോ? പറയണ്ടായോ? അവനെ എന്റെ കയ്യിലെങ്ങാനും കിട്ടണം. പിന്നെ അവന്റെ കാര്യം ഗോവിന്ദ. നിക്കടാവടാ, കൊല്ലുടാ. മാന്യമഹാജനങ്ങളെ, ചക്രവർത്തി തിരുമനസ്സുകൊണ്ട് അറിയിക്കുന്ന വിളംബരം എന്തെന്നാൽ, ഈ നാട് കണ്ടുവച്ച് നശിപ്പിക്കുന്ന കണ്ണനെ തിരുമുമ്പിൽ ഹാജരാക്കുന്നവർക്ക് വേണ്ടത്ര പാരിതോഷികങ്ങൾ നൽകുന്നതാണ്. അയ്യോ, എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. ആരവിടെ? പരാതി ബോധിപ്പിക്കാനുള്ളവർക്ക് പരാതി ബോധിപ്പിക്കാം. മഹാരാജാവ് നീണാൾ വാഴട്ടെ. അടിയൻ എന്താണ് വിശേഷിച്ച്? ഈ നാട് കണ്ണുവെച്ച് നശിപ്പിക്കുന്ന കണ്ണനെ തിരുമുമ്പിൽ ഹാജരാക്കട്ടെയോ? എന്താ? ആരെയും കണ്ണുവെച്ച് നശിപ്പിക്കുന്ന കണ്ണനെയോ? അതെ, വേഗം അവനെ തിരുമുമ്പിൽ ഹാജരാക്കൂ. ഉത്തരവ്. ഇവന്റെ കണ്ണുകളിലെ കെട്ടഴിക്കൂ. അവനെന്ന് കാണട്ടെ. അത് വേണോ? പാഴാങ്കം പറയാതെ കെട്ടഴിച്ചു മാറ്റാൻ. ഹായ്, രാജാവിന്റെ തലയിൽ ഒരു അടിപൊളി കിരീടം. എന്താ? ഇവൻ നമ്മുടെ കിരീടത്തെ കണ്ണു വച്ചിരിക്കുന്നു. നാളെ രാവുദിക്കും മുമ്പ് രത്നങ്ങൾ പതിപ്പിച്ച സ്വർണ്ണത്തളികയിൽ ഇവന്റെ തലവെട്ടിയെടുത്ത് തിരുമുമ്പിൽ കാഴ്ചവെക്കാൻ നാം കൽപ്പിക്കുന്നു. ഉത്തരവ് പോലെ മഹാരാജാവ് വിജയിച്ചാലും. അല്ല, ആരുത്? അസൂയക്കാരനായ നമ്മുടെ പ്രജയോ? പരിഹസിക്കരുത് പ്രഭോ. രസികനും ബുദ്ധിമാനും മഹാപണ്ഡിതരുമായ അങ്ങയോട് അടിയനൊരു കാര്യമുണർത്താനുണ്ടായിരുന്നു. കേൾക്കട്ടെ. എന്തിനാണ് പ്രഭോ ഈ സാധുവിന്റെ തലവെട്ടുന്നത്? അതവന് ദൈവം കൊടുത്ത കണ്ണല്ലയോ? ആ തലവെട്ടിയാൽ ദൈവം കോപിക്കും. പിന്നെ നാം എന്ത് ചെയ്യണം? ഇവന് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി അങ്ങോട്ട് കടത്തിവിട്ടാൽ പോരെ? ശരി, നാം അത് ഗൗരവമായി എടുത്തിരിക്കുന്നു. ആരെവിടെ? അടിയൻ ഇവന് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടത്തിവിടാൻ നാം കൽപ്പിക്കുന്നു. ഉത്തരവ് പോലെ മഹാരാജാവ് വിജയിച്ചാലും.
പോയിത്തിരി വെള്ളം എടുത്തോണ്ട് വാടി. നേരം വെളുക്കുമ്പം വെള്ളം വെള്ളം എന്ന വിചാരം മാത്രമുള്ളൂ ഇങ്ങേർക്ക്. ഈ കൂറ്റുന്നതൊക്കെ എങ്ങോട്ടായി പോന്നെ? പോയിത്തിരി വെള്ളം എടുത്തോണ്ട് വരാന്. അനുസരണുണ്ട്. ഇന്ന മനുഷ്യ വെള്ളം കുടിച്ച് ചാവ്. എടി കൊച്ചുനാടിയേ, നീ ഇങ്ങോട്ടൊന്ന് ഇരുന്നേ. ഇത്തിരി വെള്ളം കുടിച്ച് ഈടെ നീ കുറച്ച് ക്ഷീണിച്ചു പോയിട്ടുണ്ട് കേട്ടോ. എന്താ ഇപ്പൊ ഇത്ര സ്നേഹം? എടി അങ്ങേര് വീട് വെക്കുന്നു, മതില് കെട്ടുന്നു. എന്തൊരു പുരോഗതിയാ! എനിക്കിതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. എങ്ങനാണ് അങ്ങർക്ക് ഇത്രയും കാശ്? ഇനി വല്ല കുഴൽപ്പണോ മറ്റോ ആണോ? കുഴലാണോ ഒലക്കാണോ എന്ന് എനിക്കെങ്ങനെ അറിയാം? ഒന്ന് പോയി തിരക്കിയിട്ട് വാടി. എനിക്കങ്ങും അറിയാം. പോയി തിരക്കിയിട്ട് വരാനേ. എത്ര എത്ര നല്ല ആലോചനകൾ വന്നതാ എനിക്ക്. ശരിയാ, എന്റെ തലേ വിധി. തിരക്കാൻ പോയവള് അവിടെ പോയി കിടക്കുക. എവിടെങ്കിലും വിട്ട അവിടെ കിടക്കും. എടി കൊച്ചുനാടിയേ, ദാ വന്നേ. എന്റെ പൊന്നു മനുഷ്യ, ഒരു വിധത്തിലാ ഞാൻ കാര്യങ്ങളൊക്കെ തിരക്കി പിടിച്ചത്. എവിടുന്നാടി? എങ്ങനാടി അങ്ങർക്ക് ഇത്രയും കാശ്? അങ്ങേർക്കേ ഒരു കപ്പലുണ്ട്. കപ്പല് അങ്ങേരാ കടലിനക്കരേന്നാ അങ്ങേരീ പണമെല്ലാം വാരിക്കൊണ്ട് വരുന്നത്. നേരാണോടി? പിന്നല്ലാതെ നിങ്ങൾ ഈ വടംവലി സൈക്കിളെ തെക്കോട്ടും വടക്കോട്ടും നടന്ന നിങ്ങൾക്ക് കിട്ടും ഒലക്കര മൂട്. അത് ഞാൻ മുക്കും. എന്ത് മുക്കൂന്നാ? എടി കപ്പല് മുക്കുന്ന്. മുക്കി മുക്കി നിങ്ങൾ മുങ്ങാതിരുന്നാ മതി. കേറി പോടിയാന്ന്. അവളെന്നെ മുക്കാൻ പഠിപ്പിക്കുന്നു. ഇല്ല കണ്ണനുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം എളുപ്പം സാധിച്ചേനെ. ഇനി ഞാൻ അവന് ഏത് രാജ്യത്ത് പോയി തപ്പുവൻ ഈശ്വരോ. എടി കൊച്ചുനാടിയേ, ഞാനിനി 5-6 ദിവസം കഴിഞ്ഞ് മടങ്ങി വരും കേട്ടോ. നിങ്ങൾ എവിടെ പോവാ മനുഷ്യ? എനിക്ക് തോന്നുന്നു. നിങ്ങൾ എവിടെയും പോ. 5-6 ദിവസത്തേക്ക് എനിക്ക് സമാധാനം ഉണ്ടാവുമല്ലോ. എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലാതടി. മോനെ കണ്ണാ, നീ എവിടാണെന്നാ ഇത്രയും നാളും? നിങ്ങൾ എല്ലാരും കൂടി എന്നെ അടിച്ചിറക്കി. എനിക്കിപ്പോ വിശക്കുന്നു. അയ്യോ, ഇത് പാമ്പല്ലയോ? ഇതിനൊക്കെ എവിടുന്ന് കിട്ടിയടാ? അയ്യോ, ഇത് ബോംബാണ്. എനിക്ക് വീപ്പൻ ഇട്ടതാ. അയ്യോ, ഇതിന് വല്ല തീവ്രവാദികളും കൊണ്ട് ഇട്ടതാണോ? ഇത് പൊട്ടുവോ? ഇപ്പൊ പൊട്ടു. ഇതെങ്ങാണം പൊട്ടിയാലുണ്ടല്ലോ. ഇത് പൊട്ടത്തൊന്നുമില്ല. ചീറ്റി പാത്തു. കടലിൽ കപ്പലുണ്ട്. കപ്പല് വന്നാ പിന്നെ നിനക്ക് വയറ് നിറച്ച് പലഹാരങ്ങൾ
അയ്യോ 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 എനിക്ക് ആരുണ്ട് എന്തെങ്കിലും വാങ്ങിച്ചു തരാം. അയ്യോ 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 കണ്ണുവെച്ച കണ്ണൻ കണ്ണിമഹാകണ്ണൻ കണ്ണൊന്നു ഇവിടേക്ക് നടക്കുണ്ടേ. ഇവൻ കുഴിച്ച കുഴിയിൽ ഇവൻ വീണു, നമ്മൾ കുഴിക്കുന്ന കുഴിയിൽ നമ്മൾ തന്നെ വീണു. നിങ്ങളെങ്ങാനും കുഴിച്ചാലുണ്ടല്ലോ നിങ്ങളും വീഴും. അയ്യോ പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം. പറഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി.